പശ്ചിമേഷ്യയിലെ യുദ്ധം അതിന്റെ ഏറ്റവും ഭയാനകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ ജീവനാഡിയായ കുടിവെള്ളത്തിന് നേരെ ഇപ്പോൾ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ബഹ്റൈനിലെ ഡിസലിനേഷൻ പ്ലാന്റിന് നേരെ നടന്ന ഇറാനിയൻ ഡ്രോൺ ആക്രമണം നൽകുന്ന സൂചന വളരെ വലുതാണ്. എണ്ണയല്ല, മരുഭൂമിയിലെ രാജ്യങ്ങളുടെ നിലനിൽപ്പായ ജലമാണ് ഇനി അവരുടെ ലക്ഷ്യം. 9 ദിവസമായി തുടരുന്ന യുദ്ധത്തിനിടയിൽ ആദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്തെ ഡിസലിനേഷൻ പ്ലാന്റിന് നേരെ ഇറാൻ ആക്രമണം നടക്കുന്നത്. ബഹ്റൈനിലെ പ്ലാന്റിലെ വലിയ കേടുപാടുകൾ സംഭവിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. പെർഷ്യൻ ഗൾഫ് തീരത്തെ 100 കണക്കിന് ഡിസലിനേഷൻ പ്ലാന്റുകളെയാണ് ഈ മേഖല കുടിവെള്ളത്തിനായി പൂർണ്ണമായി ആശ്രയിക്കുന്നത്. ഇതിനു പുറമെ UAE-യിലും കുവൈറ്റിലും സൗദി അറേബ്യയിലും സമാനമായ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. UAE-യിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഒരാൾ കൊല്ലപ്പെട്ടു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കറുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആക്രമണങ്ങളിൽ അയൽ രാജ്യങ്ങളോട് ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും റവല്യൂഷണറി ഗാർഡ്സ് അവരുടെ സ്വന്തം നിലയ്ക്ക് ആക്രമണങ്ങൾ തുടരുകയാണ്. ഫെബ്രുവരി 28-ന് ഇസ്രയേലും അമേരിക്കയും ചേർന്നാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത്. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ തകർക്കുക, ഭരണകൂടത്തെ താഴെയിറക്കുക എന്നിവയായിരുന്നു അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഇത് മേഖലയാകെ യുദ്ധക്കളമാക്കി മാറ്റിയിരിക്കുകയാണ്. ലെബനനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയും മരണസംഖ്യ 300 കടക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായാണ് ഇറാൻ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും തിരിച്ചുവിട്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അടുത്ത ഘട്ട ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നു. ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ആക്രമണം ഇതിന്റെ സൂചനയാണ്. മറുവശത്ത് യാതൊരു ഉപാധികളുമില്ലാതെ കീഴടങ്ങണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തെ ഇറാൻ പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. നയതന്ത്രത്തിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇറാൻ പ്രസിഡന്റ് ആഗ്രഹിക്കുമ്പോഴും സൈന്യത്തിന്റെ നിയന്ത്രണം തീവ്ര നിലപാടുകാരായ IRGCയുടെ കൈകളിലാണെന്നത് സമാധാന ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ചുരുക്കത്തിൽ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളിൽ നിന്ന് മാറി ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളെയാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം മുട്ടിക്കുക എന്നത് എണ്ണപ്പാടങ്ങൾ കത്തിക്കുന്നതിനേക്കാൾ വലിയ പ്രഹരമാണ്. ഈ പുതിയ വജ്രായുധം ഗൾഫ് മേഖലയും ആഗോള സമ്പദ് വ്യവസ്ഥയും എങ്ങോട്ട് നയിക്കുമെന്ന് ലോകം വലിയ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.